ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സിനിമക്ക് പോവേണ്ടോ. കുറേ നാളായി നമ്മൾ സിനിമക്ക് പോയിട്ട്, അപ്പോൾ വിചാരിച്ചൊന്ന് പോകാമെന്ന്. അപ്പോൾ ഏതാ സിനിമയെന്നൊക്കെയുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. തണുപ്പോട് തണുപ്പാണ്. തണുപ്പിനെ കുറിച്ച് പറയാതിരിക്കലാണ് ഭേദം. ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഫുള്ള് ഇവിടെ തണുപ്പ് തന്നെയായിരിക്കും. നമ്മളിന്നൊരു മാളിലേക്കാണ് കേട്ടോ സിനിമ കാണാൻ പോണത്. നമ്മുടെ നാട്ടിൽ ലുലുമാൾ ഒബ്രോൺ മാളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ മാളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഒരു അടിപൊളി ത്രില്ലർ സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ ഇന്നിപ്പോൾ സിനിമക്ക് പോണത്. കുറേ നാളായിട്ടോ നമ്മൾ സിനിമക്കൊക്കെ പോയിട്ട്. ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ആ മാളിൽ എത്തിയിട്ടുണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഇവിടെ 7 മണി 6 മണി ആകുമ്പോഴത്തേക്കും മാളുകളൊക്കെ ക്ലോസ് ചെയ്യും. പോരാത്തതിന് ഇപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആണല്ലോ, തണുപ്പൊക്കെ. അപ്പോൾ ഇതേ തിരക്കൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഈ തിയേറ്ററിലേക്ക് വന്നതാണെന്നാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേന് മാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ള് തിയേറ്ററും കാര്യങ്ങളാണ്, മറ്റേ സൈഡിൽ മാളിലേക്കുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ക്ലോസ്ഡ് ആയിട്ട് ദേ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല കേട്ടോ. ദേ കണ്ടില്ലേ, ആകെ ഒക്കെ അടച്ച് പൂട്ടി, ഒന്നുമില്ല. കാരണം ഇവിടെയൊക്കെ നേരത്തെ തന്നെ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളികളെ കണ്ടിട്ടാ. അതാണ് ഏറ്റവും ഒരു രസം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തിയേറ്ററിൽ ചെന്നപ്പോൾ അധികം മലയാളികളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അകത്ത് കയറി. സാധാരണ തിയേറ്ററിൻ്റെയൊക്കെ അകത്ത് പോലെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോപ്കോൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ സിനിമക്ക് പോയപ്പോൾ ലാസ്റ്റത്തെ ഷോയിന് ഇൻ്റർവെല്ലൊന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അന്ന് പോപ്കോണൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിതേ ഇപ്പം നേരത്തെ തന്നെ പോപ്കോൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഇൻ്റർവെല്ല് ഇവിടെ ഉണ്ടാവില്ല ലാസ്റ്റത്തെ ഷോയിന്. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഷോ ആയതുകൊണ്ട് തന്നെ വെറൈറ്റികളായിട്ടുള്ള പോപ്കോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു ഫ്ലേവറേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് വാങ്ങി, കോക്കും വാങ്ങി. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. 8 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്ക്രീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നണം. അതാണ് ആ പുറത്ത് കുറേ കാറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ തിയേറ്ററിൻ്റെ ആ ഒരു റൂമിലേക്ക് നമ്മൾ കയറണേണ്. ഏറ്റവും ബാക്ക് സീറ്റിലാണ്ടോ നമ്മൾ അങ്ങനെ ഇരുന്നത്. അത്യാവശ്യം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, മലയാളികൾ. കാര്യം ഫുള്ളല്ലെങ്കിലും ഒരുവിധം സീറ്റിലൊക്കെ ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സിനിമ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മളിന്ന് വന്നേക്കണത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ കാണാൻ വന്ന ഫിലിം. ബാക്കിയുള്ള മിസ്സിംഗ് കേസുകളിൽ നിന്ന് ഈ രേഖയുടെ കേസിന് എന്താണ് ഇത്ര പെക്യുലാരിറ്റി? സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളി ത്രില്ലർ മൂവിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ത്രില്ലർ മൂവിയാണ്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സിനിമ. പിന്നെ പലർക്കും പല രീതിയിലാണല്ലോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ മലയാളികൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആ സിനിമ കാണുന്ന പോലെ ആ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിലിം ഇവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ സായിപ്പന്മാരെയൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിനിമ കാണാൻ. പ്രായമായിട്ടുള്ള കപ്പിൾസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കണം. എന്തായാലും അവസാനം വരെയും ബോറിംഗ് ഇല്ലാത്തൊരു സിനിമയായിരുന്നു കേട്ടോ, കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങണേണ്. ലാസ്റ്റ് ഷോയും പിന്നെ ഇൻ്റർവെല്ലും ഇല്ലാത്തതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ സിനിമ തീർന്നിട്ടാ. ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു മുഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ആളുകളൊക്കെ ഇങ്ങനെ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയലും അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ വേറൊരു നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ മലയാളമൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാട്ടോ ഞാനതൊക്കെ എടുത്തെടുത്ത് പറയണേ. നമ്മുടെ നാട്ടിൽ അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ അതൊന്നും വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. ഇവിടെ വരുമ്പോൾ മലയാളികളും അവരുടെ ആ ഒരു സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും കടകളൊക്കെ ഒരുവിധം എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ലേറ്റായല്ലോ, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്.
അപ്പോൾ വേറൊരു ഭാഗത്തു കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങണത്. ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയേയില്ല കേട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നി പറയാതിരിക്കാൻ വയ്യ, നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ എല്ലാ മാസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം ഒരു ഏപ്രിൽ വരെയൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ തണുപ്പൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടും ചുറ്റിത്തിരിയാനൊന്നും നിൽക്കണില്ല, നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇത്തിരി ദൂരെയായിട്ടുള്ളൊരു മാളിലാണ് കേട്ടോ വന്നേക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ആ താമസിക്കുന്ന ഭാഗത്തുള്ള തിയേറ്ററിലൊന്നും മലയാള സിനിമകൾ എപ്പോഴൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരത്തേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.